ഹലോ ഗൈസ്, അപ്പോൾ ഹാജറിട്ട് പുറത്തോട്ടിറങ്ങിയപ്പോൾ യാസർ മാസത്തെ ലോക്കൽ വെക്കേഷൻ കഴിഞ്ഞ് തുള്ളിച്ചാടി വരും. അന്നോടനെ വെറുതെ ഇരിക്കാന്ന് വിചാരിച്ച് പോകാൻ പറയാം നമുക്ക് ക്യാബിനൊന്ന് ക്ലീൻ ചെയ്യാം. ക്യാബിനെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ ദിവസം വർക്ക് കഴിഞ്ഞ കാറിൻ്റെ അടുത്ത് പോകും. അവൻ പരിപാടി തുടക്കിയിട്ട് ഞാൻ പയ്യൻ്റെ കൂടെ കൂടി. വെക്കേഷൻ എല്ലാം കഴിഞ്ഞ് വന്ന് പള്ളിയെ കിളി പോയെന്നു. ക്ലീൻ ചെയ്ത് കമ്പനിയുടെ പുറത്ത് വരാം. എല്ലാം കഴിഞ്ഞ് ക്യാബിന് വെള്ളം ഇല്ലാത്തതുകൊണ്ട് നേരെ കുറച്ച് വെള്ളം രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുടിക്കാനുള്ള വെള്ളമാണ്. വിശപ്പിന്റെ വിളി വന്നുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പൊറോട്ടയും ചായ അങ്ങോട്ട്. ഒരു മാസത്തെ വെക്കേഷൻ കഴിഞ്ഞ് അന്ന് പള്ളിയെ കിളി അടിച്ചു പോയി നിന്നു. എന്തൊക്കെയാ കാണിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നു. ഓട്ടത്തിന് കാരണം എനിക്ക് പറയാം, തണുപ്പ് മാറാൻ വേണ്ടി ഓടും. എന്തൊക്കെ കാണണമെന്ന് പടച്ചോനറിയാം. രാവിലത്തെ യുദ്ധം തുടങ്ങാൻ വേണ്ടി വണ്ടി കൊണ്ട് സാധാരണ വാഷ് ചെയ്തിട്ടാണ് കാർ കയറി. എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയാം, കസ്റ്റമർ പറഞ്ഞു വാഷ് ചെയ്യണം. എന്താണോ എന്തോ കാരണമൊന്നും നമുക്കറിയില്ല. അതെല്ലാം കഴിഞ്ഞ് വർക്കെല്ലാം വിളിച്ചത് വണ്ടി പുറത്തോട്ട്. ഒരു വണ്ടിപ്പരാതിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വണ്ടിയൊക്കെ ഇവിടെ വന്നപ്പോൾ ഓടിക്കാൻ പറ്റി. അത് തന്നെ ഒരു ഭാഗ്യം. ഈ സമയം മുതലാക്കി വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിച്ച് കളിക്കില്ല. പാർക്കിംഗ് അപ്പോൾ നടപ്പാണ്. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് ഒന്നും പറഞ്ഞു. അങ്ങനെ ലുഹർ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോയി നിസ്കാരം എല്ലാം കഴിഞ്ഞ് പയ്യെ പുറത്തേക്കും ഫുഡ് കഴിക്കാൻ ടൈമായി. ഇന്നത്തെ മെനു നല്ല നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചതും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു. അങ്ങനെ അതെല്ലാം കൂട്ടി പിടിച്ചൊരു പിടിയാണ്. കാണുന്നത് മാനേജറുടെ സാലറി ചോദിക്കുന്നതിന്റെ റിഹേഴ്സലാണ്. I have something to ask you or tell you about my 1 week salary. ഉച്ച കഴിഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല. അമ്മാതിരി വർക്കായിരുന്നു. വാച്ച് മൊബൈലിൽ നോക്കാനുള്ള ടൈം പോലും കിട്ടില്ല. അങ്ങനെ വർക്കെല്ലാം വിളിച്ച് നേരെ റൂമിലോട്ട് നടന്നുകൊണ്ടിരിക്കണം. അപ്പൊ തന്നെ വാങ്ങും വിളിച്ച് നേരെ ഇവിടെ നിസ്കരിച്ച് റൂമിലോട്ട് വന്ന് വിചാരിച്ചു. അപ്പൊ ഓക്കെ ബൈ.